കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥിക്കും എത്രയാണ് കടമെന്നുള്ളത് അവരൊക്കെ ഞങ്ങളോട് സ്വകാര്യമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ പറ്റുള്ളൂ. കാരണം കോൺഗ്രസിന് പണമില്ല. അപ്പം അല്ല, എന്നെ സഹായിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പണം വേണമെന്ന് പറഞ്ഞു. ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു. പിന്നെ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, അദ്ദേഹം എന്നെ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ സഹായിച്ചത്. എന്നെ തെരഞ്ഞെടുപ്പല്ല, എൻ്റെ തെരഞ്ഞെടുപ്പ് സഹായിക്കുന്നത് CPM കൊടുത്ത സഹായത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിന്ന പാർട്ടിയെ സഹായിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസിനെ മാത്രമൊന്നും അല്ല. അദ്ദേഹം അതിനേക്കാളൊക്കെ വളരെ കൂടുതലായി CPM അന്ന് സഹായിച്ചിട്ടുണ്ട്. അത് എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നു ഇപ്പോൾ എനിക്ക് ആൻസർ പറയേണ്ട കാര്യമില്ല. ഇല്ലല്ല, എനിക്ക് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു. അത് അല്ല, എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അല്ല, അത് എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. എനിക്കങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. എന്തോ അല്ല, പൈസ തന്നല്ലോ, അതല്ല പറഞ്ഞ തിരിച്ചു കൊടുത്തു എന്ന് അയാൾ പറഞ്ഞു. അതെ, തിരിച്ചു കൊടുത്തു. അല്ല, അത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന് ഏതെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഇടതുമുന്നണിയിലാണ് നിൽക്കുന്നത്. ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമപരമായിട്ട് കേസ് കൊടുത്തോട്ടെ. അപ്പോൾ ഞാനത് ഫേസ് ചെയ്തോളാം. കള്ളപ്രചരണങ്ങൾ കൊണ്ടൊന്നും അങ്ങ് എത്തിയല്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഇനി അതല്ല, എന്തെങ്കിലും അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാണ്ട് അയാൾ അതിൻ്റെ നിയമപരമായ വഴി നോക്കട്ടെ. എങ്ങനെ? അല്ല, ഞാൻ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ല തിരിച്ചും പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സഹായിക്കും, CPM സ്ഥാനാർത്ഥിയെ സഹായിക്കും, BJP സ്ഥാനാർത്ഥിയെ സഹായിക്കും. അതൊക്കെ ഈ നാട്ടിൽ പൊതുകിടപ്പുള്ള കാര്യമല്ലേ. ഞാൻ എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ആളുകൾ സഹായിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. അല്ലാതെ രാജുവും സഹായിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അല്ലാതെ എനിക്ക് കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പണം എനിക്കിപ്പം BJPയോ CPM കൊടുക്കുന്ന പോലെ 50-100 കോടി രൂപ ഒരു തെരഞ്ഞെടുപ്പ് കൊടുക്കാൻ എൻ്റെ ഇല്ല. അതുകൊണ്ട് ആളുകളും പ്രവർത്തകരും, കോൺഗ്രസ് പ്രവർത്തകരും, പാർട്ടിയും, ഇതുപോലുള്ള സമൂഹത്തിലെ ആളുകളൊക്കെ സഹായിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനാണ് സംശയിക്കുന്നത്. പുതിയ കാര്യമല്ലോ. അങ്ങനെയാണെന്നുള്ള ഇവിടെ ഇരിക്കുന്ന പത്തനംതിട്ടയിലെ പത്രക്കാരല്ലേ, ഞാനെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എൻ്റെ ഈ പണത്തിന് പരിമിതിയുണ്ട്. ആ കുറഞ്ഞ പണത്തിൽ നിന്നാണ് ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മറ്റു മുന്നണിയൊക്കെ കോടാനുകോടി ഉറുപ്പിക വാരി വലിച്ചെറിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തുമ്പം ഞാൻ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നുള്ള നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളല്ലേ നിങ്ങൾ എന്നാ പുതുമയിരിക്കുന്നു. അല്ല, അതല്ലേ പറഞ്ഞത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അല്ല, അത് തെരഞ്ഞെടുപ്പ് സമയത്തെ സഹായം എന്ന നിലയിലാണ് കണക്ക് കൂട്ടിയത്. പിന്നീട് തിരിച്ചു വേണമെന്ന് പറഞ്ഞു, തിരിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ല, അത് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ നിയമപരമായിട്ട് വരുമ്പോൾ പറഞ്ഞോളാം. എങ്ങനെ പറഞ്ഞ ആരായാലും വന്നപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞു, ചെയ്തെന്നല്ലേ പറഞ്ഞത്. അത് അവരും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, വിഷ്ണു എന്തായാലും അതൊക്കെ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന നിങ്ങൾ അവിടെ അറിയേണ്ടത്. അപ്പം വേറെ ഏതോ സ്ഥാപനമാണ് എന്നുള്ള നിങ്ങൾക്കെല്ലാം പത്രക്കാർക്കെല്ലാം അറിയാം. വേറെ ഏതോ സ്ഥാപനത്തിൽ ആർക്കൊക്കെ ഡിപ്പോസിറ്റ് ഉണ്ടെന്നുള്ള വെച്ച് തെറ്റിദ്ധരിച്ച് ഈ സ്ഥാപനത്തിൻ്റെ പേര് കൊണ്ടുവന്ന് എൻ്റെ പേര് ചേർത്തി കള്ളാരോപണം കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിക്കാൻ നടത്തിയ ഒരു യജ്ഞത്തിൻ്റെ ദയനീയ പരാജയമാണ് ഇപ്പോൾ കണ്ടത്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എങ്ങനെ? ഏതാ? അത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പം, അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ വരുമ്പം ഞാൻ ചെയ്തോളാം. എന്തോ? അല്ല, ഞാൻ ആരാ വന്നോന്ന് എനിക്കറിയില്ല. അവരുടെ വന്ന് ചോദിച്ചു, കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്തോ? അതിൻ്റെ സംശയം എന്നായിരിക്കുന്നത്? അല്ല, അത് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്
നിയമപരമായിട്ട് അത് അതിൻ്റെ വേദികളിൽ അത് ക്ലെയിം ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കൗണ്ടർ എൻ്റെ കയ്യിലുള്ള തെളിവുകളും എൻ്റെ കാര്യങ്ങളും വെച്ച് ഞാനത് ബാക്കി എഴുതിയോളാം. അല്ല, അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നോട്ട് പോട്ടെ, എന്താ കുഴപ്പമിരിക്കുന്നു? ഇതൊക്കെ ഈ ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം മേടിക്കുന്ന ഏത് പാർട്ടിയാണെന്ന് നമുക്കൊക്കെ അറിയാം, എനിക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് വെറുതെ ഈ ഇത്തരത്തിലുള്ള കള്ളപ്രചരണവും പുകപറയായിട്ടൊന്നും നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. എങ്ങനെ? എനിക്കറിയില്ല, എനിക്കറിയത്തുമില്ല, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ വിളിച്ചിരിക്കുമ്പം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ്. വ്യക്തിപരമായി ഞാൻ ആരോടും പണം ചോദിക്കാറില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സഹായിക്കുന്ന ആളുകളെ സഹായിക്കുമ്പോൾ സഹായം സ്വീകരിക്കും. അതെല്ലാ സ്ഥാനാർത്ഥി അങ്ങനെയല്ലേ? അങ്ങനെ അല്ലാതെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേരിങ്ങ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ആരുടെയല്ല ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെലവഴിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഈ 140 അസംബ്ലിയിലോ 20 പാർലമെൻറ്റിലോ മത്സരിക്കുന്നുണ്ടോ? സ്വീകരിക്കും. ഞങ്ങളതിൻ്റെ കണക്ക് കൊടുക്കും. അതിൻ്റെ രേഖാമൂലമായ കണക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതല്ലേ അതിൻ്റെ ശരി? അല്ല, അത് ഭീമമാണോ ചെറുതാണോ എന്നുള്ളതൊക്കെ അത് നിങ്ങൾ പറയുന്നതല്ലല്ലോ. അതെ, അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അല്ലല്ല, അത് അല്ലേ കേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ കണക്കുകൾ കൃത്യമാണ്. അതിലൊരു മാറ്റവും ഇല്ല. അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതത്ര എനിക്ക് ആ കാര്യത്തിൽ പറയാം. അല്ല, അതൊക്കെ എനിക്ക് അതേക്കുറിച്ചൊന്നും അത്ര ഓർമ്മയില്ല. ഒത്തിരി സമയമായില്ലേ? അല്ലല്ലല്ല, നിയമം അത് വരുമ്പോൾ അറിയാമല്ലോ. അന്നേരം നമ്മൾ നോക്കുമല്ലോ. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ UDF സമയത്താണ് സഹായിച്ചപ്പോൾ LDF അയാളെ കുത്തി ഇളക്കി കൊണ്ടുവന്ന് ഇതുപോലൊരു ആരോപണം പറയിച്ചത് എൻ്റെ പിന്നിൽ എന്നാന്നുള്ള നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചോണ്ടാ മതി. എങ്ങനെ? അല്ലേ, തന്ത്രി ആരോപണം ഇപ്പം 2 ദിവസം കഴിയുമ്പോൾ തന്നെ കുറ്റപത്രം ഇത് വരുമല്ലോ. അപ്പം അതിൽ പ്രകടമാവുമല്ലോ. അപ്പം പിന്നെ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ വേണ്ടി പച്ചയായി ആരോപണം ഉന്നയിച്ച് അവഹേളിച്ചതാണോ എന്നുള്ളത് അതിൽ വരും. അതിൽ അന്വേഷണത്തിൽ കാര്യങ്ങൾ വരുമല്ലോ. വരുമ്പോൾ ഈ പറയുന്ന പച്ചക്കള്ളമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്നേരം അതിൻ്റെ ഭാര്യയ്ക്ക് തീരുമാനിക്കും. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. കേട്ടോ, എൻ്റെ കൂടെ ഇഷ്ടം പോലെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇന്നിപ്പം രാവിലെ ഒരു 10-20 പേർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നാളെ ആരെങ്കിലും കേസിൽ പെടുന്നവരുണ്ടോ എന്ന് അറിയാൻ എനിക്കറിയില്ല. ഞാനിത് 2013 കാലഘട്ടങ്ങളിലാണ്. 2013 ഫോട്ടോ, സോണിയാഗാന്ധിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ് കേട്ടോ. അത് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആന്റോ ആന്റണി. പണം വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ആന്റോ ആന്റണി പറയുന്നു. നിലവിൽ NM രാജു LDFന്റെ സഹായത്തോടുകൂടി കള്ളപ്രചാരണം നടത്തുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ എത്ര തുക വാങ്ങി എത്ര തിരിച്ചു കൊടുത്തു എന്നൊന്നും ആന്റോ ആന്റണി പറയുന്നുമില്ല.